പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് മനോജ് സിൻഹ പറഞ്ഞു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഗവർണർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. കാരണം മുൻപ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ കേന്ദ്ര സർക്കാർ അടക്കം തള്ളിക്കളയുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ലഫ്റ്റനന്റ് ഗവർണർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലം ഒരു പുൽമേടാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ സുരക്ഷ ഒരുക്കാനോ ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണം അവിടെ ഒരു സ്ഥലമോ സൗകര്യമോ ഉണ്ടായിരുന്നില്ല എന്നാണ് മനോജ് സിൻഹ പറയുന്നത്. ഈ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ സുരക്ഷാ അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പതിയെ പതിയെ ജമ്മു കാശ്മീർ വീണ്ടും തിരികെ പഴയ നിലയിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മുഴുവൻ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു ആക്രമണം തന്നെയായിരുന്നു അവിടെ നടന്നതെന്നും പക്ഷെ അതേസമയം ഈ വിനോദസഞ്ചാരികളെ ഈ ഭീകരർ ലക്ഷ്യം വെക്കുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ചില ആരോപണങ്ങളും ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ രാജിവെക്കണമെന്നൊരു ആവശ്യവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണം ഉണ്ടായി 82 ദിവസം പിന്നിടുമ്പോഴാണ് ഇതിന്റെ ഉത്തരവാദിത്തം ലഫ്റ്റനന്റ് ഗവർണർ ഏറ്റെടുക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഈ സുരക്ഷാ വീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ ഗവർണർ സ്ഥാനം മനോജ് സിൻഹ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ ആക്രമണത്തിന്റെ ഈ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കുന്നതിലൂടെ ആരെ സംരക്ഷിക്കാനാണ് ലഫ്റ്റനന്റ് ഗവർണർ ശ്രമിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ ചോദ്യം.